നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയം തന്നെയാണ് ഇന്ന് വാർത്തകളിൽ അധികമായും ഉണ്ടാവുക. ബലാത്സംഗ കേസിൽ ഇന്ന് മുതൽ സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തി തുടങ്ങും. അപ്പോഴും രാഹുൽ എവിടെ എന്നുള്ള ഒരു ചോദ്യം ബാക്കിയാണ്. രഹസ്യകേന്ദ്രത്തിൽ കഴിയുന്നു എന്നുള്ള സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഒപ്പം ആശങ്കയുണ്ടാക്കുന്ന മറ്റൊരു വാർത്ത ഡിറ്റ്വ കനത്ത നാശം ശ്രീലങ്കയിൽ വിതച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്തേക്ക് അടുക്കുകയാണ്. ശ്രീലങ്കയിൽ ഉൾപ്പെടെ കനത്ത നാശനഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുൾപ്പെടെ നിരവധി വാർത്തകളുണ്ട്. നമുക്ക് ആദ്യം തലക്കെട്ടുകൾ നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ബലാത്സംഗ കേസിൽ പ്രത്യേക സംഘം ഇന്ന് അന്വേഷണം ഏറ്റെടുക്കും. യുവതിയുടെ സുഹൃത്തുക്കളുടെയും ചികിത്സിച്ച ഡോക്ടറുടെയും മൊഴിയെടുക്കും. രാഹുൽ ഒളിവിൽ തന്നെ. മുൻകൂർ ജാമ്യാപേക്ഷ മറ്റന്നാൾ പരിഗണിക്കും. ശ്രീലങ്കയെ ചുഴറ്റിയെറിഞ്ഞ് ഡിറ്റ്വ ചുഴലിക്കാറ്റ്. മഴയിലും വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും കനത്ത നാശനഷ്ടം. മരണം 100 കടന്നു. 2 ലക്ഷത്തിലേറെ പേർ ദുരിതത്തിൽ. ഡിറ്റ്വ തമിഴ്നാട് തീരത്തേക്ക്. തമിഴ്നാട്, പോണ്ടിച്ചേരി, ആന്ധ്ര തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. കേരളത്തിൽ 5 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. മൂന്നാറിൽ വിനോദസഞ്ചാരികൾ സ്കൈ ഡൈനിങ്ങിൽ കുടുങ്ങിയ സംഭവത്തിൽ നടത്തിപ്പുകാരായ 2 പേർക്കെതിരെ കേസ്. മനുഷ്യജീവന് അപകടമുണ്ടാക്കുന്ന പ്രവൃത്തിയെന്ന് FIR. മതിയായ സുരക്ഷ ഒരുക്കിയില്ലെന്നും കണ്ടെത്തൽ. സ്റ്റോപ്പ് മെമ്മോ നൽകി കലക്ടർ. വിവിധ ആവശ്യങ്ങളിൽ തീരുമാനമായില്ല. ഒപ്പി ബഹിഷ്കരിച്ച 6ാം ആഴ്ചയിലും സമരം തുടർന്ന സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ. അടിയന്തര ചികിത്സാ വിഭാഗം പ്രവർത്തിക്കും. ആവശ്യങ്ങളിൽ അനുകൂല നിലപാടില്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം സമരം ശക്തമാക്കാൻ KGM-CTA. കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഇന്ന് നിർണായക കൂടിക്കാഴ്ച. ഹൈക്കമാൻഡ് നിർദ്ദേശം അനുസരിച്ച് DK ശിവകുമാർ സിദ്ധരാമയ്യയെ കാണും. കൂടിക്കാഴ്ച രാവിലെ 9-ന് മുഖ്യമന്ത്രിയുടെ വസതിയിൽ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഇന്ന് വീണ്ടും രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച. യോഗം SIR-നെതിരായ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കെ. എന്യൂമറേഷൻ ഫോം ഇനിയും സ്വീകരിക്കാനുള്ളത് 6.68 ലക്ഷത്തിലധികം പേർ. BLO-മാരുടെ സമ്മർദ്ദം കുറയ്ക്കാൻ ജോയത്തോൺ നടത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ബലാത്സംഗ കേസിൽ ഇന്ന് സാക്ഷികളുടെ മൊഴിയെടുപ്പ് തുടങ്ങും. യുവതികളുടെ സുഹൃത്തുക്കളുടെയും ഒപ്പം ചികിത്സിച്ച ഡോക്ടറുടെയും മൊഴിയെടുക്കും. ഒളിവിലുള്ള രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ചയാണ് പരിഗണിക്കുക. തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുക. ആതിരയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആതിര, രാഹുലിന്റെ ഈ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത കേസിൽ ഇന്ന് സാക്ഷികളുടെ മൊഴിയാണ് ഇന്ന് രേഖപ്പെടുത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ യുവതിയുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തിയിരുന്നു. എങ്ങനെയാണ് വിവരങ്ങൾ? മായ, കഴിഞ്ഞ ദിവസമാണ് യുവതിയുടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ബലാത്സംഗ കേസിൽ ഈ പരാതിക്കാരിയുടെ രഹസ്യമൊഴിയും അതുപോലെ തന്നെ വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിയത്. അതിനുശേഷം ഇന്ന് മുതൽ ഈ കേസിലെ ഈ മറ്റ് സാക്ഷികളുടെയൊക്കെ തന്നെ മൊഴികൾ രേഖപ്പെടുത്തൽ ഇന്ന് മുതലാണ് ആരംഭിക്കുക. ഈ ഡോക്ടറുടെ ഈ അബോർഷൻ ചെയ്തു എന്ന് പറയുന്ന സമയത്ത് യുവതിക്ക് വലിയ രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ തന്നെ ഈ പരാതിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചികിത്സിച്ച ഡോക്ടറുടെ മൊഴി ഉൾപ്പെടെ ഇന്ന് മുതൽ രേഖപ്പെടുത്തി തുടങ്ങും. അത് കൂടാതെ തന്നെ പരാതിക്കാരി സുഹൃത്തുക്കളുടെ മൊഴിയും ഇന്ന് മുതലായിരിക്കും രേഖപ്പെടുത്തുക. ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ്. അത് തിങ്കളാഴ്ച കോടതി പരിഗണിക്കുമെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുക. അതുമാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി നടന്ന ഈ മൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ആയിരുന്നു ഈ കേസൊക്കെ തന്നെ രജിസ്റ്റർ ചെയ്തത്. പക്ഷേ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് യുവതിയുടെ ആരോപണങ്ങളൊക്കെ തന്നെ തെറ്റാണ്. യുവതിയുമായി നീണ്ടകാലത്തെ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. ഫേസ്ബുക്ക് വഴി യുവതിയാണ് ആദ്യം അങ്ങോട്ട് സന്ദേശം അയച്ച് ഒരു സൗഹൃദം സ്ഥാപിക്കുന്നത് എന്ന തരത്തിലൊക്കെയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ യുവതി ഭർത്താവുമായി ഒത്തായിരുന്നു ഈ താമസം. അതുകൊണ്ട് തന്നെ ഈ ഗർഭിണിയായി എന്ന് പറയുന്ന സമയത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുഞ്ഞായിരിക്കില്ല, അത് ഭർത്താവിന്റെ ഈ ഗർഭത്തിന് ഉത്തരവാദി ഭർത്താവായിരിക്കും എന്ന തരത്തിലൊക്കെ തന്നെയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കണം എന്ന വ്യവസ്ഥകളൊക്കെയാണ്
തന്നെയാണ് ഈ ജാമ്യാപേക്ഷയിൽ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. നിലവിൽ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. പക്ഷേ ജില്ല വിട്ട് പുറത്തു പോകരുതെന്ന നിർദ്ദേശമുണ്ട്. ഈ പാലക്കാട് ജില്ല വിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് ഈ മുൻകൂർ ജാമ്യത്തെ ഉൾപ്പെടെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജില്ലയിൽ തന്നെ തുടരാനുള്ള ഒരു സാധ്യതയാണ് ഏതായാലും. അത് തന്നെയാണ് ഈ രാഹുൽ ഇപ്പോൾ ഒരു ഒളിവ് സങ്കേതത്തിൽ കഴിയുന്നു എന്നുള്ള സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. എത്രത്തോളം അത് സാധ്യമാണ്? കാരണം ജാമ്യത്തെ ഉൾപ്പെടെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്നുള്ള നിയമോപദേശമൊക്കെ ലഭിച്ചു എന്നാണ് അറിയുന്നത്. മായ, തീർച്ചയായും മുൻകൂർ ജാമ്യാപേക്ഷയൊക്കെ നിലവിൽ നൽകിയിരിക്കുന്ന ഒരു സ്ഥിതിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് ജില്ല വിട്ട് മറ്റെവിടെയെങ്കിലും പോകണമെങ്കിൽ അത് ഈ മുൻകൂർ ജാമ്യത്തെ ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാലക്കാട് ജില്ലയിൽ തന്നെ ഒരുപക്ഷെ പാലക്കാട് ജില്ലയിലെ ഏതെങ്കിലും രഹസ്യ കേന്ദ്രത്തിൽ തന്നെ തുടരാനുള്ളൊരു സാധ്യതയാണ് നിലവിലുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പോലീസിന്റെ ഒക്കെ ഒരു നിഗമനം തന്നെ അത് തന്നെയാണ്. കാരണം ഈ പാലക്കാടുള്ള രാഹുലിന്റെ ഫ്ളാറ്റിന് താഴെയായി ഈ രാഹുലിന്റെ കാർ ഉൾപ്പെടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പാലക്കാട് ജില്ലയിൽ തന്നെ ആയിരിക്കും, ജില്ലയിലെ ഏതെങ്കിലും രഹസ്യ കേന്ദ്രത്തിൽ തന്നെയായിരിക്കും രാഹുൽ നിലവിൽ ഉള്ളത് എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ആയാലും ഉള്ളത്. അന്വേഷണ സംഘമായാലും ആ ഒരു നിഗമനത്തിൽ തന്നെയാണ് നിലവിലുള്ളത്. കാരണം ഈ പാലക്കാട് ജില്ല വിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ മുൻകൂർ ജാമ്യാപേക്ഷയുടെ ഹർജിയൊക്കെ പരിഗണനയിലുള്ളൊരു സമയത്ത് അത് ഈ മുൻകൂർ ജാമ്യത്തെ ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പാലക്കാട് ജില്ലയിൽ തന്നെയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാകുക എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. അതേസമയം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനമൊട്ടാകെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് CPM ആയാലും അതുപോലെ തന്നെ BJP ആയാലും നടത്തുന്നത്. ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് SFI രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട SFI ഏതായാലും മാർച്ചിനൊക്കെ തന്നെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ രാഹുലിനെതിരെ നിരവധി പരാതികൾ, അത് മൂന്നാം കക്ഷിയായിട്ടാണ് വന്നിരുന്നത്. ഫേസ്ബുക്ക് വഴിയും മറ്റ് സോഷ്യൽ മീഡിയ വഴിയുമൊക്കെ നിരവധി പരാതികൾ ഈ പെൺകുട്ടികളോടുമൊക്കെ അശ്ലീല ചാറ്റുകൾ ഉൾപ്പെടെ നടത്തി എന്നുള്ളതൊക്കെ വന്നിരുന്നു. ആരും പരാതി നൽകിയത് ഇരയായ പെൺകുട്ടി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകി. തുടർന്നുണ്ടായ സംഭവവികാസങ്ങളൊക്കെ നമുക്കറിയാം. ഇനി കൂടുതൽ പേർ അത്തരത്തിൽ പരാതിയുമായി രംഗത്തെത്താനുള്ളൊരു സാധ്യത കാണുന്നുണ്ടോ? മായ, ഈ ആദ്യഘട്ടം മുതൽ തന്നെ ഈ പരാതിയുമായി ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്ന ഒരു ഘട്ടത്തിൽ തന്നെ ആദ്യം ഇത്തരത്തിലൊരു ചാനൽ ചർച്ചയിലാണ് ഒരു യുവതി ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും മോശം അനുഭവം ഉണ്ടായി എന്ന രീതിയിൽ ഒരു വെളിപ്പെടുത്തൽ നടന്നത്. പക്ഷെ അപ്പോഴും യുവതി നിയമപരമായി പരാതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറായിരുന്നില്ല. അതിനുശേഷം യുവതിക്ക് ഉൾപ്പെടെ പല രീതിയിൽ ഈ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ പലരും ഇതിന് അനുകൂലമായൊരു നിലപാടാണ് സ്വീകരിച്ചത്. കാരണം ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും മോശം അനുഭവങ്ങൾ ഉണ്ടായി. പല യുവതികളും ഇത്തരത്തിൽ പരാതിയുമായി അല്ലെങ്കിൽ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. പക്ഷെ അപ്പോഴും നിയമപരമായ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള യുവതികൾ ആരും തന്നെ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ ഈ പരാതി നൽകിയിരിക്കുന്ന യുവതി പോലും ആ ഘട്ടത്തിൽ ഇത്തരത്തിലൊരു പരാതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം തീർത്തുകൊണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലായാലും കോൺഗ്രസ് ആയാലും രംഗത്തുണ്ടായിരുന്നത്. കാരണം യുവതി എന്തുകൊണ്ട് പരാതി നൽകുന്നില്ല എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആരോപണം. പക്ഷേ നിലവിൽ ഏതായാലും മുഖ്യമന്ത്രി ഉൾപ്പെടെ കണ്ട യുവതി ഇത്തരത്തിലൊരു പരാതി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ യുവതികൾ ഒരു പക്ഷേ പരാതിയുമായി രംഗത്ത് വരാനുള്ളൊരു സാധ്യത നിലവിലുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ ആരോപണം ഉന്നയിച്ച നടി ഏതായാലും പരാതിയുമായി നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ അതിനുശേഷം നിരവധിയുള്ള യുവതികളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. ഒരു പക്ഷേ അവരൊക്കെ തന്നെ ഇനിയും തുടർ പരാതികളുമായി രംഗത്ത് വരാനുള്ളൊരു സാധ്യതയും നിലവിലേതായാലും മുന്നിലുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കനത്ത പ്രതിരോധത്തിൽ തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പാലക്കാട് രാഹുൽ പ്രചരണത്തിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അത് UDFന്റെ ഔദ്യോഗിക പ്രചരണത്തിലല്ല എന്ന് UDF പറയുന്നുണ്ടെങ്കിൽ കൂടിയും തെരഞ്ഞെടുപ്പിലൊക്കെ രാഹുൽ സജീവമായിരുന്നു. പക്ഷേ ഈ സമയത്ത് ഇത്തരം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സമയം, ഒപ്പം ഈ സ്വർണ്ണക്കൊള്ളയിലുള്ള അന്വേഷണം പുരോഗമിക്കുന്നു, അത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു. ആ സമയത്തൊക്കെ ഇത്തരത്തിലുള്ള രാഹുലിനെതിരായ ഒരു കേസും തുടർന്ന് നടക്കുന്ന സംഭവ വികാസങ്ങളിലൊക്കെ ഈ സമയത്ത് വന്നതിനെയാണ് കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നതും. അപ്പോൾ ഈ രാഹുലിന്റെ ഈ MLA സ്ഥാനം ഉൾപ്പെടെ രാജിവെക്കുന്നതിലേക്ക് ഇപ്പോൾ ആ ഒരു ആവശ്യത്തിലേക്ക് കോൺഗ്രസ് ഇപ്പോൾ കടക്കുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ നേതാക്കന്മാരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതേ ആവശ്യങ്ങളൊക്കെ മുൻനിർത്തി അതേ രീതിയിൽ പ്രതിരോധം സൃഷ്ടിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണോ ഈ കോൺഗ്രസിന്റെ തീരുമാനം?
ഇപ്പോൾ ആളെ കത്തുകയാണ്. പക്ഷേ അപ്പോഴും കോൺഗ്രസ് വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം തീർക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തെ എന്തുകൊണ്ട് ഇത്രയും നാൾ ഏകദേശം 3 മാസത്തോളമായി ഈ ആരോപണങ്ങളൊക്കെ തന്നെ രംഗത്തെത്തുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊന്നും പരാതി നൽകാതെ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ടെത്തി പരാതി നൽകി എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെയാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ സ്വർണ്ണക്കൊള്ളയെ ഇതുകൊണ്ടൊന്നും മറച്ചു പിടിക്കാനാകില്ല. പകരം തെരഞ്ഞെടുപ്പിൽ ഈ സ്വർണ്ണക്കൊള്ള തന്നെ വലിയ രീതിയിൽ സ്വർണ്ണക്കൊള്ള വിവാദം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന രീതിയിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസിനെ ഉൾപ്പെടെ കോൺഗ്രസ് അത്തരത്തിൽ സ്വർണ്ണക്കൊള്ളയെ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രതിരോധിക്കുന്നത്. മുതിർന്ന നേതാക്കളടക്കം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കോൺഗ്രസിൽ തന്നെ 2 ചേരികളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിക്കുന്നവരും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയുന്നവരുമായി 2 ചേരികളാണ് ഈ കോൺഗ്രസിൽ തന്നെ. പാർട്ടിക്കകത്ത് തന്നെ 2 വിഭാഗങ്ങളുണ്ട്. ഇതിൽ പ്രധാനമായും രാഹുലിനെ പ്രതിരോധിക്കുന്നവർ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇത് കള്ളക്കേസാണ് എന്ന തരത്തിൽ ഈ ഇരയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശങ്ങളൊക്കെ നടത്തുന്ന ഒരു ഘട്ടം പോലും ഉണ്ടായിരുന്നു. പക്ഷേ ഏതായാലും ഈ സ്വർണ്ണക്കൊള്ളയെ ഇതുകൊണ്ടൊന്നും മറച്ചു പിടിക്കാനാകില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കൊള്ള വിവാദവുമായി തന്നെ കോൺഗ്രസ് മുന്നോട്ട് പോകും എന്ന രീതിയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് പാർട്ടിക്ക് ഒരു ബാധ്യതയല്ല എന്നുവരെ ഈ പാർട്ടിക്കകത്തു നിന്നും പലരും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2 രീതിയിലാണ് ഈ പാർട്ടിക്കകത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു അഭിപ്രായ ഭിന്നതയുള്ളത്. ഏതായാലും നിലവിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ ബലാത്സംഗ കേസ് സ്വർണ്ണക്കൊള്ള വിവാദം വെച്ച് പ്രതിരോധിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ശരി ആതിര, രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ ബലാത്സംഗ കേസിൽ സാക്ഷികളുടെ മൊഴിയെടുപ്പൊക്കെ ഇന്ന് തുടങ്ങും. അപ്പോൾ യുവതിയുടെ സുഹൃത്തുക്കളുടെയും ചികിത്സിച്ച ഡോക്ടറുടെയൊക്കെ മൊഴിയാണ് രേഖപ്പെടുത്തുക. അപ്പോഴും രാഹുൽ ഒളിവിൽ തന്നെയാണ്, രഹസ്യ കേന്ദ്രത്തിൽ കഴിയുന്നു എന്നുള്ള സൂചനകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ആതിരയാണ് വിവരങ്ങൾ നൽകിയത്. ശ്രീലങ്കയിൽ കനത്ത നാശനഷ്ടമുണ്ടാക്കിയിരിക്കുകയാണ് ഡിറ്റ്വ ചുഴലിക്കാറ്റ്. മരണസംഖ്യ 100 കടന്നു. ദുരിതബാധിതരായത് 2 ലക്ഷം പേരാണ്. ദുരന്തത്തിൽപ്പെട്ട് നിരവധി ആളുകളെ കാണാതായതായി റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. രാജ്യത്ത് കനത്ത മഴയിലും മണ്ണിടിച്ചിലിലും കനത്ത നാശനഷ്ടമുണ്ടായതായിരിക്കുന്നതാണ് റിപ്പോർട്ടുകൾ. കൊളംബോ പ്രളയഭീതിയിലാണ്. അതേസമയം ഡിറ്റ്വ ചുഴലിക്കാറ്റ് ഇന്ന് തമിഴ്നാട് തീരത്തെത്തും. ചുഴലിക്കാറ്റിന്റെ സ്വാധീന ഫലമായി തമിഴ്നാട്ടിൽ കനത്ത മഴ മുന്നറിയിപ്പുണ്ട്. കിഴക്കൻ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ട്രെയിൻ പൂർണ്ണമായും 11 ട്രെയിനുകൾ ഭാഗികമായും റദ്ദാക്കിയിട്ടുണ്ട്. പുതുച്ചേരിയിലടക്കം സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുരന്തത്തിൽ മരിച്ചവർക്ക് അനുശോചനം അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓപ്പറേഷൻ സാഗർ ബന്ധുവിന്റെ ഭാഗമായി എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്തും മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് 5 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നൽകിയിട്ടുള്ളത്. 30-ാം തീയതി വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആതിര ഒരിക്കൽ കൂടി ചേരുകയാണ്. ആതിര, ഈ ഡിറ്റ്വ ചുഴലിക്കാറ്റ് ശ്രീലങ്കയിൽ കനത്ത നാശമുണ്ടാക്കുന്നു, തമിഴ്നാട് തീരത്തേക്ക് അടുക്കുന്നു. ഒപ്പം സംസ്ഥാനത്ത് ഏത് രീതിയിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്? എന്തൊക്കെയാണ് മഴ മുന്നറിയിപ്പ്? മായ, സംസ്ഥാനത്ത് ഈ ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇത്തരത്തിൽ മഴ തുടരും എന്നുള്ള ഒരു സാധ്യതയാണ്, അല്ലെങ്കിൽ മഴ തുടരാനുള്ളൊരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡിറ്റ്വ ചുഴലിക്കാറ്റ് തമിഴ്നാട് പുതുച്ചേരി തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഇന്ന് 5 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിലാണ് ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഏകദേശം നാളെയോടുകൂടി ഡിറ്റ്വ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്തേക്ക് അടുക്കും. അതുകൊണ്ട് തന്നെ നാളെ വരെ സംസ്ഥാനത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിലാണ് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആന്ധ്ര, തമിഴ്നാട് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോയിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ എത്രയും പെട്ടെന്ന് തന്നെ സുരക്ഷിതമായ തീരങ്ങളിലേക്ക് എത്തണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൂടാതെ ശക്തമായ കാറ്റിനുള്ള സാധ്യതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏകദേശം 40 കിലോമീറ്റർ മുതൽ മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഇടിമിന്നലോടുകൂടി മഴയായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുജനങ്ങളൊക്കെ തന്നെ ജാഗ്രത പാലിക്കണമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൂടാതെ ഈ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കുമുള്ള സാധ്യതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ തീരദേശത്ത് താമസിക്കുന്നവർ, പ്രത്യേകിച്ച് തീരദേശവാസികളൊക്കെ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഏതായാലും നൽകിയിട്ടുണ്ട്. ഈ ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ഏതായാലും 5 ദിവസം ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ശരി, എന്തായാലും ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ സ്വാധീന ഫലം സംസ്ഥാനത്തും പ്രകടമാകും. മഴയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇടിമിന്നലിനൊക്കെ സാധ്യതയുണ്ട്. അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആളുകൾ അതൊക്കെ പാലിക്കുക. ആതിരയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.
തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചർച്ച ചെയ്യാൻ ഇന്ന് വീണ്ടും രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേരും. SIR-നെതിരെ പാർട്ടികളും സർക്കാരും കൊടുത്ത ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെയാണ് യോഗം. കഴിഞ്ഞ ദിവസത്തെ കണക്കനുസരിച്ച് 6.68 ലക്ഷത്തിലധികം പേരാണ് ഇനിയും എന്യൂമറേഷൻ ഫോം സ്വീകരിക്കാനുള്ളത്. BLO ആപ്പിലെ പ്രശ്നങ്ങൾ ഡിജിറ്റലൈസേഷൻ പ്രതിസന്ധിയിലാക്കുന്നുവെന്ന പരാതിയുണ്ട്. അതേസമയം BLO-മാരുടെ സമ്മർദ്ദം കുറയ്ക്കാൻ SIR ജോയത്തോൺ നടത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. ഡിജിറ്റലൈസേഷൻ വിരസത ഒഴിവാക്കാൻ 10 മിനിറ്റ് വിനോദവേള അനുവദിച്ചുകൊണ്ടായിരിക്കും SIR ജോയത്തോൺ നടത്തുക. കുറേ ദിവസമായി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സമരവും OP ബഹിഷ്കരണവും ഒക്കെ തുടങ്ങിയിട്ട് ഇന്നും OP ബഹിഷ്കരിക്കുമെന്നുള്ളതാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന സമരത്തിൽ ഇതുവരെയും സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് 6ാം ആഴ്ചയിലും OP ബഹിഷ്കരണം തുടരുന്നത്. വിദ്യാർത്ഥികളുടെ തിയറി ക്ലാസുകളും ബഹിഷ്കരിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ കാഷ്വാലിറ്റി, ലേബർ റൂം, ICU തുടങ്ങിയ അടിയന്തര ചികിത്സാ വിഭാഗം പ്രവർത്തിക്കും. ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കുക, കുടിശ്ശിക വിതരണം ചെയ്യുക, ഒപ്പം പുതിയ തസ്തികകൾ സൃഷ്ടിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. പരിഹാരമായില്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം സമരം ശക്തമാക്കുമെന്ന് KGM-CTA അറിയിച്ചിട്ടുണ്ട്. കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഇന്ന് നിർണായക കൂടിക്കാഴ്ചയാണ്. DK ശിവകുമാർ സിദ്ധരാമയ്യയെ കാണും. രാവിലെ 9 മണിക്ക് മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ചാകും കൂടിക്കാഴ്ച. ദിവസങ്ങളായി നീണ്ടുനിൽക്കുന്ന തർക്കത്തിന് പരിഹാരം കാണാൻ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ന് ചർച്ച നടക്കുന്നത്. തനിക്കും ശിവകുമാറിനും അഭിപ്രായങ്ങളുണ്ടെന്നും എന്നാൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുമെന്നും സിദ്ധരാമയ്യ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ തർക്കം പരിഹരിക്കാൻ ഇരു നേതാക്കളെയും ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് കർണാടകയിലെ തർക്കം പരിഹരിക്കാനാണ് ഹൈക്കമാൻഡിന്റെ നീക്കം. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം ഡിസംബർ 1-ന് ആരംഭിക്കാനിരിക്കെ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണവും രാജ്യതലസ്ഥാനത്തെ അതിരൂക്ഷമായ വായുമലിനീകരണവും സുരക്ഷാ വീഴ്ചകളും ചർച്ചയാക്കാൻ ഒരുങ്ങി പ്രതിപക്ഷം. ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള SIR-ന്റെ 2ാം ഘട്ട വിവിധ സംസ്ഥാനങ്ങളിൽ പുരോഗമിക്കവേ വിവിധ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ ആത്മഹത്യകളും വോട്ടർ പട്ടികയിലെ വെട്ടിനിരത്തലുകളും സഭയിൽ ചർച്ചയാക്കാൻ പ്രതിപക്ഷം ആവശ്യപ്പെടും. SIR-ൽ ചർച്ച വേണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം കേന്ദ്രം കഴിഞ്ഞ സമ്മേളനത്തിലും നിരസിച്ചതിനാൽ വോട്ടർ പട്ടിക പരിഷ്കരണം എന്നത് പതിവ് നടപടിയാണെന്ന് ഭരണഘടനാപരമായി നിർബന്ധിത പ്രക്രിയയാണെന്നും അതിനാൽ പാർലമെന്റിന്റെ പരിശോധനയ്ക്ക് വിധേയമല്ലെന്നും ചൂണ്ടിക്കാട്ടി കേന്ദ്രം ഇത്തവണയും ആവശ്യം നിരാകരിക്കാനാണ് സാധ്യത. എന്നാൽ വോട്ട് കൊള്ളയുടെ ഭാഗമെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്ന SIR-നെതിരെ പാർലമെന്റിന് പുറത്തെങ്കിലും ഇന്ത്യ സഖ്യം പ്രതിഷേധിച്ചേക്കും. ഇതിനോടൊപ്പം കേന്ദ്രം കഴിഞ്ഞ ദിവസം പ്രാബല്യത്തിൽ കൊണ്ടുവന്ന 4 തൊഴിൽ കോഡുകളും തൊഴിലില്ലായ്മയും ഡൽഹിയിലെ കടുത്ത വായുമലിനീകരണവും പാർലമെന്റിൽ ചർച്ചാ വിഷയങ്ങളാകും. നാളെയോ തിങ്കളാഴ്ചയോ നടക്കുന്ന പ്രതിപക്ഷ കക്ഷികളുടെ യോഗങ്ങളിലായിരിക്കും പ്രതിഷേധത്തിന്റെ രൂപങ്ങളിൽ ഒരു ചർച്ചയുണ്ടാവുക. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഇടുക്കി മൂന്നാറിന് സമീപമുണ്ടായ സ്കൈ ഡൈനിങ്ങിലുണ്ടായിരുന്ന ആ ഒരു അപകടം. അത് വലിയ രീതിയിലുള്ള അപകടമാകാത്തത് എന്തോ അധികാരികളുടെയൊക്കെ ഒരു സമയോചിതമായ ഒരു ഇടപെടൽ കൊണ്ടാണ്. എന്തായാലും ഇടുക്കി മൂന്നാറിന് സമീപം സ്കൈ ഡൈനിങ്ങിൽ ആ വിനോദസഞ്ചാരികൾ കുടുങ്ങിയ സംഭവത്തിൽ 2 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. സ്ഥാപന നടത്തിപ്പുകാരായ പ്രവീൺ, സോജൻ എന്നിവർക്കെതിരെയാണ് കേസ്. മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താതിരിക്കുക, മറ്റൊരാളുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുക തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. സംഭവത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി പ്രത്യേക അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. സ്ഥാപനത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകുമെന്ന് ജില്ലാ കലക്ടറും അറിയിച്ചു. റവന്യൂ വകുപ്പിന്റെ പരിശോധനകളും നടപടികളും തുടർ ദിവസങ്ങളിലും ഉണ്ടാകും. സ്ഥാപനത്തിന് അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ അനുമതി മാത്രമേ ഉള്ളൂ എന്നാണ് വിവരം. 4 വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 5 പേരാണ് ഇന്നലെ സ്കൈ ഡൈനിങ്ങിൽ മണിക്കൂറുകളോളം കുടുങ്ങിക്കിടന്നത്. ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ പ്രവാഹം ഇന്നും തുടരുന്നു. തിരക്ക് കണക്കിലെടുത്ത് ഇന്നും 5000 അയ്യപ്പ ഭക്തർക്ക് മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ നട തുറന്നതു മുതൽ ദർശനത്തിനായി അയ്യപ്പ ഭക്തരുടെ നീണ്ട ക്യൂ തുടരുകയാണ്. ഇന്നലെ 97,358 ഭക്തർ ശബരിമലയിലെത്തി ദർശനം നടത്തിയെന്നാണ് കണക്കുകൾ പുറത്തുവരുന്നത്. രജിത് കുമാറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രജിത്ത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതാണ് നീണ്ട നിര അയ്യപ്പ ഭക്തരുടെ. പക്ഷേ പലർക്കും ഇത്ര തിരക്കുണ്ടായിട്ട് കൂടി എല്ലാവർക്കും സുഗമമായ ഒരു ദർശനം സാധ്യമാകുന്നുണ്ട് താനും. എന്താണ് ഇന്ന് ശബരിമലയിൽ നിന്നുള്ള വിശേഷങ്ങൾ? ശബരിമലയിൽ തുടർച്ചയായി ഇന്നിപ്പോൾ 6ാം ദിവസവും അയ്യപ്പ ഭക്തരുടെ തിരക്ക് തുടരുന്നു എന്നത് തന്നെയാണ്. കാരണം ഇന്നലെ 98,000-ഓളം അയ്യപ്പ ഭക്തരാണ് ഇന്നലെ മാത്രം ദർശനം നടത്തിയത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ ഇത്തരത്തിൽ 1 ലക്ഷത്തിനടുത്ത് അയ്യപ്പ ഭക്തർ ശബരിമലയിൽ ദർശനം നടത്തുന്നുണ്ട്. എല്ലാവർക്കും പമ്പയിൽ നിന്നടക്കം, പമ്പയിൽ നിന്നും അതുപോലെ തന്നെ നിലയ്ക്കൽ നിന്നും പമ്പയിലേക്കും പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും കർശന നിയന്ത്രണമാണ് ഇവർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അയ്യപ്പ ഭക്തരെ കോളം കോളമായി തിരിച്ചുകൊണ്ടാണ് സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. വരക്കൂട്ടത്തെത്തിക്കഴിഞ്ഞാൽ വലിയ
വലിയൊരു ക്യൂ തന്നെ അയ്യപ്പ ഭക്തർക്ക് രൂപപ്പെടുന്നുണ്ട്. എന്ത് തന്നെ ആയാലും 2 മണിക്കൂറിലധികം അയ്യപ്പ ഭക്തർ ക്യൂ നിന്ന് ദർശനം നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. എങ്കിലും വളരെ വേഗത്തിൽ തന്നെ അയ്യപ്പ ഭക്തരെ ദർശനം നടത്തി പമ്പയിലേക്ക് പ്രത്യേക അനൗൺസ്മെന്റ് പ്രകാരം തന്നെ പറഞ്ഞുവിടുന്നതിനുള്ള സാഹചര്യമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ അയ്യപ്പ ഭക്തർക്ക് കൃത്യമായ ദർശനം ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഏതാനും മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരുന്നു എങ്കിൽ തന്നെയും സുഗമമായി തന്നെ ഇവർക്ക് ദർശനം ലഭ്യമാകുന്നു എന്നതാണ് ശബരിമലയിൽ നിന്ന് പറയാനുള്ളത്. ഇന്നിപ്പോൾ ശക്തമായ മഴ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ മഴയെ അവഗണിച്ചുകൊണ്ടും അയ്യപ്പ ഭക്തർ തുടർച്ചയായി ശബരിമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വരും മണിക്കൂറുകളിലും അയ്യപ്പ ഭക്തരുടെ തിരക്ക് സന്നിധാനത്ത് വർദ്ധിക്കുക തന്നെ ചെയ്യും. ഇന്നലെ 12 വിളക്കോടുകൂടി കൂടുതൽ അയ്യപ്പ ഭക്തർ ഇന്നലെ 12 വിളക്കായതിനാൽ തന്നെ ദർശനത്തിനായി എത്തിയിരുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്, കഴിഞ്ഞ 6 ദിവസമായി അയ്യപ്പ ഭക്തരുടെ തിരക്ക് ഇതുപോലെ തന്നെ തുടരുന്നു എന്നതാണ്. എങ്കിൽ തന്നെയും സുഗമമായ ദർശനം ഒരുക്കാനാണ് ദേവസ്വം ബോർഡും പോലീസും ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായി 5000 പേർക്ക് മാത്രമാണ് കഴിഞ്ഞ ഏതാനും ദിവസമായി ദർശനത്തിന് സ്പോട്ട് ബുക്കിംഗ് നൽകുന്നത്. ഇന്നും സ്പോട്ട് ബുക്കിംഗ് 5000 മാത്രമായി നിജപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ അയ്യപ്പ ഭക്തർക്ക് ദർശനം ഒരുക്കുക എന്നതാണ് ഇപ്പോൾ കൂടുതൽ പേർക്ക് ദർശനം ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരമൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തുതന്നെയായാലും നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്കും പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും കൂടുതൽ അയ്യപ്പ ഭക്തർ എത്തുന്നതിനാൽ തന്നെ അവർക്ക് കർശന നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നും ശബരിമലയിൽ നല്ല തിരക്കാണ്. ഒപ്പം സംസ്ഥാനത്തൊക്കെ മഴ പെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ശബരിമലയിലും ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കനത്ത മഴയെപ്പോലും അവഗണിച്ചുകൊണ്ട് അയ്യനെ ഒരു നോക്കു കാണുക എന്ന് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നിരവധി പേരാണ് അവിടെ കാത്തു നിൽക്കുന്നത്. പലർക്കും സുഗമമായ ദർശനം സാധ്യമാകുന്നുണ്ട് താനും. കുറച്ച് ക്യൂ നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാവർക്കും അയ്യപ്പനെ കണ്ട് തൊഴാനുള്ള ഒരു അവസരവും അങ്ങനെയൊക്കെ കഴിയുന്നുണ്ട് എല്ലാവർക്കും. കാനനപാത വഴി ശബരിമലയിലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 2000-ലധികം ഭക്തരാണ് സത്രം പുല്ലുമേട് വഴി സന്നിധാനത്തേക്ക് എത്തിയത്. എരുമേലി അഴുത വഴിയും 100 കണക്കിന് ഭക്തരാണ് സന്നിധാനത്തേക്ക് എത്തുന്നത്. വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന വനപാതയിലൂടെ ശരണം വിളിയുടെ ബലത്തിലും അയ്യപ്പന്റെ സംരക്ഷണയിലുമാണ് അവർ ശബരിമലയിലേക്ക് എത്തുന്നത്. മുന്നിൽ വരുന്ന ഏതു പ്രതിബന്ധത്തെയും അയ്യപ്പൻ തരണം ചെയ്യുമെന്ന വിശ്വാസത്തിലാണ് കാനനത്തിൽ ഓരോ ചുവടും വയ്ക്കുന്നത്. എരുമേലി അഴുത വഴിയും സത്രം പുല്ലുമേട് വഴി എന്നിങ്ങനെ 2 കാനന പാതകളാണ് ശബരിമലയിലേക്കുള്ളത്. ശബരിമല പൂങ്കാവനത്തിന്റെ മടിത്തട്ടിലൂടെ കയറ്റിറക്കങ്ങൾ താണ്ടി അയ്യപ്പ ദർശനത്തിനെത്തുന്നത് അനുഭൂതിദായകമാണ്. വണ്ടിപ്പെരിയാർ സത്രത്തു നിന്നും കാൽനടയായി ഉപ്പുപാറ പുല്ലുമേട് വഴി പ്രകൃതിയുടെ വന്യത ആസ്വദിച്ചുള്ള യാത്രയിൽ മടുപ്പ് തോന്നാറില്ലെന്ന് പതിവായി എത്തുന്നവർ പറയുന്നു. 20 വർഷം കൊണ്ട് ഇത് വഴി തന്നെയാണ് കാനനപാത വഴിയെന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് വലിയ കുഴപ്പമൊന്നും തോന്നുന്നു. നമ്മൾ സ്ഥിരം വർഷം തോറും വന്നുകൊണ്ടിരിക്കുകയല്ലേ. നമ്മളിത് റെസ്റ്റാണ്. അപ്പോൾ പുൽമേടിലേക്കുള്ള യാത്ര അങ്ങോട്ടേക്ക് പോകാം. എല്ലാവരും കൂടെ. അതെ. ഭക്തരുടെ സുരക്ഷയ്ക്കുള്ള നടപടികൾ വനം വകുപ്പും പോലീസും സ്വീകരിച്ചിട്ടുണ്ട്. രാവിലെ 7 മണിയോടെ വനപാലകർ വനപാതയിലൂടെ സഞ്ചരിച്ച് വന്യമൃഗങ്ങൾ ഇല്ലെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ഭക്തരെ കടത്തിവിടുന്നത്. 13 കിലോമീറ്റർ ദൂരമുള്ള പാതയിൽ വൈദ്യുത വിളക്കുകളും കുടിവെള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. സത്രത്തിൽ നിന്നും ഓരോ സംഘത്തിൻ്റെയും ആളുകളുടെ എണ്ണം രേഖപ്പെടുത്തിയ ശേഷം ടോക്കൺ നൽകിയാണ് കടത്തിവിടുന്നത്. സന്നിധാനത്തിന് സമീപം പാണ്ടിത്താവളത്തുള്ള അവസാന ചെക്ക് പോസ്റ്റിൽ എത്തുന്നതുവരെ ഓരോ ചെക്ക് പോസ്റ്റ് കടക്കുമ്പോഴും ടോക്കൺ നോക്കി എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കും. ഓരോ ദിവസവും വനപാതയിലൂടെ എത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. ക്യാമറമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, സന്നിധാനം. മന്ത്രിയുടെ ഓഫീസ് സ്റ്റാഫ് എന്ന വ്യാജേനെ പോലീസിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ യുവാവ് മലപ്പുറത്ത് പിടിയിലായി. മലപ്പുറം കോട്ടയ്ക്കൽ സ്വദേശി സനൂപാണ് ആൾമാറാട്ടത്തിന് പിടിയിലായത്. ബിടെക്കിന് അഡ്മിഷൻ ശരിയാക്കാമെന്ന പേരിൽ പണം തട്ടിയെന്ന പരാതി സനൂപിനെതിരെ ഉണ്ടായിരുന്നു. ഇത് അന്വേഷിക്കാൻ പോലീസ് സനൂപിന്റെ വീട്ടിലെത്തിയിരുന്നു. ഇതിലുള്ള വിരോധം മൂലമാണ് പോലീസ് സ്റ്റേഷനിലെ നമ്പറിൽ വിളിച്ച് ഭീഷണിപ്പെടുത്താൻ ഇടയാക്കിയതെന്നാണ് വിവരം.
മലപ്പുറം കോട്ടയ്ക്കലിൽ യുവാവിനെ അപകടപ്പെടുത്തി 5 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ ഒരാൾ ഇടുക്കിയിൽ പിടിയിലായി. കോഴിക്കോട് ചങ്ങരങ്ങോത്ത് സ്വദേശി പുത്തലാട്ട് ജുനൈദാണ് അറസ്റ്റിലായത്. സംഭവത്തിന് ശേഷം ഇയാൾ രാമക്കൽമേട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 7-നാണ് ജുനൈദിന്റെ നേതൃത്വത്തിലുള്ള 3-അംഗ സംഘം യുവാവിനെ അപകടപ്പെടുത്തി പണം തട്ടിയെടുത്തത്. ജുനൈദിന്റെ സഹോദരൻ ജവാദിനെ മുൻപ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 3-ാം പ്രതി ഇപ്പോഴും ഒളിവിലാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഇങ്ങനെ ചൂടേറുമ്പോൾ കൂടുതൽ കളറാകാൻ ഒരുങ്ങുകയാണ് വസ്ത്രവിപണിയും. യുവ നേതാക്കളുടെ വൈബ് ഒപ്പിച്ച് പ്രചാരണ ലുക്കിലും മാറ്റം വരുത്തുകയാണ് വിപണി. സ്ഥാനാർത്ഥികൾക്കായി പാർട്ടികളുടെ പേരും ചിഹ്നങ്ങളും പ്രിന്റ് ചെയ്ത മുണ്ടുകൾ വിപണിയിൽ ഇടം പിടിച്ചു തുടങ്ങി. മാറുന്ന കാലത്തിനൊപ്പം വ്യത്യസ്തമായ പ്രചാരണ രീതികൾ തിരഞ്ഞെടുപ്പ് കാലത്ത് ശ്രദ്ധ പിടിച്ചു പറ്റും. ചിഹ്നങ്ങൾ പതിപ്പിച്ച ടീഷർട്ടുകളെക്കാൾ കൂടുതൽ സൗകര്യപ്രദവും നാട്ടിൻ പുറത്തോട് അടുപ്പമുള്ളതിനാൽ മുണ്ടിനോട് ആളുകൾക്ക് ഏറെ പ്രിയം. തിരഞ്ഞെടുപ്പ് റാലികൾക്ക് ആവേശമേകാനും സോഷ്യൽ മീഡിയ റീൽ കണ്ടന്റുകളിൽ റീച്ച് കൂട്ടാനും ചിഹ്നമുള്ള മുണ്ടാണ് ഇപ്പോൾ താരം. ചിഹ്നം പതിപ്പിച്ച മുണ്ട് ധരിച്ചുള്ള ഓട്ടഭ്യർത്ഥന പ്രചാരണ രീതിയിൽ പുത്തൻ അനുഭവമെന്ന് സ്ഥാനാർത്ഥികളും പറയുന്നു. ഈ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു വർക്കിനനുസരിച്ച് ഞാൻ പറയാം വെച്ചാൽ ഞാനൊരു 10-20 വർഷമായിട്ട് ഈ പാർട്ടിക്ക് വേണ്ടി എല്ലാ വീടും കയറി ഇറങ്ങുന്നുണ്ട്. എല്ലാവർക്കും എന്നെ അറിയാം. പക്ഷേ നമ്മൾ സുഹൃത്തുക്കൾ പറഞ്ഞ് ഇവർ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. എന്നോട് പറഞ്ഞു ഇതാ നിങ്ങൾ ഇങ്ങനെ മുണ്ട് വന്നിട്ടുണ്ട്, ഇത് ഞങ്ങൾ മേടിച്ചു തരുന്നവർ എന്നെ കൂട്ടിക്കൊണ്ടുവന്ന്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. കരുതി നമ്മൾ ചിഹ്നം തന്നെയാണല്ലോ, നമ്മൾ നെഞ്ചിലേറ്റ് കിടക്കുന്ന ഒരു ചിഹ്നത്തിൻ്റെ ഒരു മുണ്ടും കൂടി കിട്ടിയപ്പോൾ അതിൽ കൂടുതൽ സന്തോഷമായി. ഇലക്ഷൻ്റെ ഭാഗമായിട്ട് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായ രീതിയിൽ ഇങ്ങനെ ചിഹ്നങ്ങൾ അനാവരണം ചെയ്തിട്ടുള്ള മുണ്ടുകൾ ലഭിക്കുക എന്ന് പറയുന്നത് ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായൊരു സാഹചര്യമാണ്. ഏതായിരുന്നാലും ഇവിടുന്ന് ഒരു മുണ്ടെടുത്ത് ഇതൊരു പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വെള്ള നിറത്തിൽ മാത്രമല്ല കളറിലും രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങൾ പതിപ്പിച്ച മുണ്ടുകൾ ലഭ്യമാണ്. വോട്ട് പ്രചാരണങ്ങൾ വ്യത്യസ്തമാക്കാൻ പ്രവർത്തകരും ചിഹ്നമുള്ള മുണ്ട് ധരിച്ചെത്തുന്നു. മാത്രമല്ല പാർട്ടി ചിഹ്നങ്ങൾ പ്രിന്റ് ചെയ്ത ടീഷർട്ടുകൾ, തൊപ്പി എന്നിവയും വിപണിയിലുണ്ട്. തിരഞ്ഞെടുപ്പ് കാലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ വൈബിനെ വോട്ടർമാരും ഏറെ കൗതുകത്തോടെയാണ് കാണുന്നത്. ചിഹ്നമുള്ള മുണ്ടുകൾ വിപണിയിലെത്തിയിട്ട് കുറച്ചു ദിവസമേ ആയിട്ടുള്ളൂ. പ്രചാരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാകുന്നതോടെ ഇനിയും ആവശ്യക്കാർ കൂടുമെന്നാണ് വസ്ത്രവ്യാപാരികളുടെ പ്രതീക്ഷ. അമൃത ന്യൂസ്, വയനാട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പല വിധത്തിലുള്ള സ്ഥാനാർത്ഥികളെയൊക്കെ നമ്മൾ നേരത്തെ തന്നെ പരിചയപ്പെട്ടതാണ്. പല പ്രത്യേകതയുള്ള സ്ഥാനാർത്ഥികളെ. നടൻ തിലകന്റെ മകൻ ഷിബു തിലകനും ഭാര്യ ലേഖയും സ്ഥാനാർത്ഥികളാണ്. BJP സ്ഥാനാർത്ഥിയായി തൃപ്പൂണിത്തുറ നഗരസഭയിലേക്കാണ് ഇരുവരും മത്സരിക്കുന്നത്. ഇടതുപക്ഷ അനുഭാവമുള്ള കുടുംബത്തിൽ വളർന്ന താൻ 90കളിൽ തന്നെ BJP അനുഭാവിയായി മാറിയിരുന്നു എന്നാണ് ഷിബു തിലകൻ പറയുന്നത്. വിദേശത്തായിരുന്ന ഭാര്യ ലേഖയാകട്ടെ ജോലി രാജിവെച്ചാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനെത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്ന സ്ഥാനാർത്ഥികളുടെ ഇടയിൽ വിഖ്യാത നടൻ തിലകൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമുണ്ട്. തൃപ്പൂണിത്തുറ നഗരസഭയിലേക്കാണ് രണ്ടുപേരും മത്സരിക്കുന്നത്. തിലകൻ്റെ മകനായിട്ടുള്ള ഷിബു തിലകനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ലേഖ നായരുമാണ് മത്സരരംഗത്തുള്ളത്. തൃപ്പൂണിത്തുറ ഡിവിഷൻ നഗരസഭയിലെ 19ാം ഡിവിഷനിലും 20ാം ഡിവിഷനിലുമായിട്ടാണ് ഇരുവരും മത്സരിക്കുന്നത്. സാർ, ഏതായാലും കഴിഞ്ഞ തവണയും മത്സരിച്ചു, ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുമായിട്ട് ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു അനുഭവം? ഇത്തവണ നമ്മൾ വീടുകളിൽ ചെല്ലുമ്പോഴത്തേക്കും നല്ലൊരു സ്വീകരണമാണ് നമുക്ക് കിട്ടുന്നത്. കാരണം ഇവിടുത്തെ അവസ്ഥയൊക്കെ വളരെ ശോചനീയമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നല്ലൊരു മാറ്റം വേണമെന്ന് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു ബദൽ ഇപ്പോൾ BJPക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നവർക്ക് മനസ്സിലായിട്ടുള്ളതുകൊണ്ടാണ് നമുക്ക് അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ വന്നപ്പോൾ തന്നെ ഈ റോഡിൻ്റെയൊക്കെ അവസ്ഥകൾ കണ്ടില്ല. ഇതൊക്കെ കാലങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ്. ഇവിടെ കഴിഞ്ഞ നമുക്ക് കേരളം ഉണ്ടായി തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ഉണ്ടായതിനു ശേഷം ഇവിടെ മാറി മാറി ഭരിച്ചിട്ടുള്ളത് ഇടതും വലതും തന്നെയാണ്. പക്ഷെ അവർക്കൊന്നും ഇതൊന്നും മാറ്റണമെന്നുള്ള ഒരു ആഗ്രഹമൊന്നുമില്ല. അപ്പം ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നതൊക്കെ നല്ല 5 കൊല്ലത്തേക്ക് പൊളിയാത്ത രീതിയിലുള്ള നല്ല കണ്ടീഷനിൽ റോഡുകൾ പണിയുക, കാനകൾ പണിയുക, ആൾക്കാർക്ക് അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവരുടെ പുരോഗതിക്ക് വേണ്ടിയുള്ള സഹായം ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സാർ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് പരിചയപ്പെടുത്താൻ വലിയ മുഖവരകളൊന്നും വേണ്ടി വരില്ല വോട്ടർമാരുടെ ഇടയിൽ. എങ്ങനെയാണ് വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് താങ്കളോടുള്ളൊരു പ്രതികരണം കിട്ടിക്കൊണ്ടിരിക്കുന്നത്? നല്ല രീതിയിലുള്ള പ്രതികരണമാണ്. അപ്പോൾ അച്ഛനെ ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള മലയാളികൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങളോട് അത്രയും എല്ലാവരും പലപ്പോഴും നമുക്കറിയാം, ഇപ്പോൾ ട്രോളുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അച്ഛൻ്റെ ഇത് കാണാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് അച്ഛനെ.
പിന്നെ നമുക്കത് വോട്ടായി മാറുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്, വോട്ട് ചെയ്യണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ നമ്മളുടെ എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ഇവിടുത്തെ അവസ്ഥകൾ അവർക്കറിയാം, അതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഇപ്പോൾ ഈ മീഡിയയിലൊക്കെ നമ്മുടെ കവറേജുകളൊക്കെ ഒരുപാട് വന്നേക്കുന്നതുകൊണ്ട് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവർക്ക് പേര് ഞങ്ങൾ കണ്ടിരുന്നു, പിന്നെ ഇത് കണ്ടിരുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അനുകൂലമായ ഘടകമായി മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഈ ഒരു മാറ്റം ഉണ്ടായിരുന്നോ താങ്കളുടെ? ഉണ്ടായിരുന്നു. കാരണം 90കളിലാണ് ഞാൻ ആക്ച്വലി സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ അച്ഛൻ പ്രത്യേകം പറഞ്ഞിരുന്നു, നിന്നെ പഠിക്കാൻ വിടുന്നതാണ്, രാഷ്ട്രീയം കളിക്കാൻ വിടുന്നത്, അല്ലാണ്ട് രാഷ്ട്രീയത്തിൽ നിന്ന് ഇടപെടരുതെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് കോളേജിലൊക്കെ നമ്മളങ്ങനെ രാഷ്ട്രീയം കൂട്ടുകാരൊക്കെ മത്സരിക്കുമ്പോൾ അവരുടെ കൂടെ ഒക്കെ ഇങ്ങനെ പ്രവർത്തിച്ചു എന്നല്ലാണ്ട് നമ്മളങ്ങനെ രാഷ്ട്രീയക്കാരനായിട്ട് അങ്ങനെ ഇറങ്ങിയിരുന്നില്ല. പക്ഷേ അതിനുശേഷം 90കളൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക് ഒരു അപകടാവസ്ഥയിലാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിന് മാറ്റം വരണമെങ്കിൽ നമ്മൾ അത് ആരുടെ കൂടെ നിന്നാലാണ് അവർക്കാണ് മാറ്റം വരാൻ സാധിക്കുക എന്നുള്ള ആ ഒരു നമ്മൾ ചിന്തിച്ച് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ അത് നല്ലത് BJP അടൽ ബിഹാരി വാജ്പേയിയുടെ കാലമൊക്കെ അന്നത്തെ എനിക്ക് അദ്ദേഹത്തോട് എനിക്ക് വളരെ ആകർഷത തോന്നി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പിന്തുടർന്നു. അങ്ങനെ 99 കാലങ്ങളിൽ BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു ഭരണരീതി അവർ കൊണ്ടുവന്നു. ലോകരാജ്യങ്ങളുടെ ഇടയിൽ നമ്മളുടെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ അന്ന് ശ്രമിച്ചു. അതിനുശേഷം മോദിജി വന്നപ്പോൾ വളരെയധികം എല്ലാ രാജ്യങ്ങളായിട്ടും നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇസ്രായേലും സൗദിയും തമ്മിൽ ഏറ്റവും വലിയ ശത്രുത രാജ്യങ്ങളായിരുന്നു. നമ്മുടെ വിമാനങ്ങൾക്ക് മാത്രം സൗദിയുടെ മുകളിൽ കൂടെ പറന്ന് ഇസ്രായേലിൽ ഇറങ്ങാൻ സൗദി അനുവാദം തന്നിരുന്നു. അത് വേറൊരു അമേരിക്കയ്ക്ക് പോലും സൗദി അനുവാദം കൊടുത്തിരുന്നില്ല. അപ്പോൾ അത്ര ബന്ധങ്ങൾ നമ്മുടെ മോദിജി ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. ഒപ്പം താങ്കളുടെ ജീവിത പങ്കാളിയും തെരഞ്ഞെടുപ്പിലും പങ്കാളി തന്നെയാണ്. 2 വാർഡിലായിട്ടാണ് മത്സരിക്കുന്നതെങ്കിൽ പോലും എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഒരുമിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ മുന്നോട്ട് പോകുന്നത്? ഒരുമിച്ചാണോ വീട്ടിൽ നിന്ന് പ്രചരണത്തിനൊക്കെ ആയിട്ട് ഇറങ്ങാറ്? ഒരുമിച്ചിറങ്ങും. എൻ്റെ ഒരു വാർഡിൻ്റെ പകുതി ചേട്ടൻ്റെ വാർഡാണ്. അപ്പോൾ രണ്ടുപേരും ആ വഴിക്ക് പോകുമ്പോൾ ആ വഴിക്ക് തിരിയും. ഇടതുവശത്ത് എൻ്റെ വാർഡും വലതുവശത്ത് ആളുടെ വാർഡുമാണ്. അനുഭവമൊക്കെ നല്ല അനുഭവങ്ങളാണ്. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ്, എനിക്ക് രാഷ്ട്രീയമുണ്ട് അതെൻ്റെ മനസ്സിലാണ്. പക്ഷേ ഇതിലേക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ചുകൂടി നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. മാഡം എങ്ങനെയാണ് കുടുംബത്തിൻ്റെ ബാക്കി സപ്പോർട്ട്? ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരുടെ ഭാഗത്തു നിന്നൊക്കെ എങ്ങനെയാണ് ഒരു സഹകരണം കിട്ടുന്നത്? അവരൊക്കെ ബിസിയായ ആൾക്കാരാണല്ലോ, എങ്കിലും നമുക്ക് വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടാണ്. ചേട്ടൻ്റെ പെങ്ങൾ സോണിയ തിലകൻ, ആൾ ഡോക്ടറാണ്. ആളും എന്നോട് പറഞ്ഞ് നിൽക്കുക, അത് നല്ല കാര്യമല്ലേ, രാജ്യത്തിൻ്റെ ഒരു ഭാഗം, ഇപ്പോൾ മോദിയാണല്ലോ ഭരിക്കുന്നത്, അപ്പോൾ ആ BJP രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. ഞാൻ വിദേശത്തായിരുന്നു, ഇലക്ഷൻ നിൽക്കാൻ വേണ്ടിയിട്ട് ലീവ് എടുത്ത് പോകുന്നതാണ്. ലീവല്ല, ഞാൻ റിസൈൻ ചെയ്തു. ഏതായാലും രണ്ടുപേർക്കും വിജയാശംസകൾ. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുമായിട്ട് താരകുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. ക്യാമറമാൻ ബൈജു CS-നൊപ്പം കിരൺകുമാർ, അമൃത ന്യൂസ്, കൊച്ചി. മത്സര രംഗത്തുള്ളത് 8 സ്ഥാനാർത്ഥികൾ. അതിൽ 5 പേരും അപരന്മാർ. ഇടുക്കി നെടുങ്കണ്ടം പഞ്ചായത്തിലെ പാലാർ വാർഡിലെ പോരാട്ടം ശ്രദ്ധേയമാകുന്നത് അപരന്മാരുടെ സാന്നിധ്യം കൊണ്ടാണ്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിരുന്ന വനിതകൾ ഏറ്റുമുട്ടുന്ന വാർഡിലെ വിജയം ഇടത് വലത് മുന്നണികൾക്ക് ഒരുപോലെ നിർണായകമാണ്. LDF-നായി ശോഭന വിജയൻ, UDF-നായി ശ്യാമള വിശ്വനാഥൻ, NDA-ക്ക് സന്ധ്യ PS എന്നിവരാണ് നെടുങ്കണ്ടം 10ാം വാർഡായ പാലാറിലെ പ്രധാന സ്ഥാനാർത്ഥികൾ. ഇവരെ കൂടാതെ സ്ഥാനാർത്ഥി പട്ടികയിലുള്ള 5 പേരും അപരന്മാരാണ്. 3 ശ്യാമളമാരും 2 ശോഭനമാരും മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വെല്ലുവിളി ഉയർത്തി മത്സരരംഗത്തുണ്ട്. കഴിഞ്ഞ തവണ ശ്യാമള വിശ്വനാഥനും ശോഭന വിജയനും പഞ്ചായത്തിലെ 7ാം വാർഡിലാണ് പരസ്പരം ഏറ്റുമുട്ടിയത്. അന്ന് 57 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയം ശോഭനയ്ക്കൊപ്പം നിന്നു. അന്നത്തെ അപര സ്ഥാനാർത്ഥിയായ ശ്യാമള നേടിയ 84 വോട്ടുകൾ മത്സരഫലത്തിൽ നിർണായകമായി. പ്രാവശ്യം അവരെ ഇട്ടുകൊണ്ട് നമ്മൾ തോക്കില്ല. കാരണം അപരന്മാരുണ്ടെന്ന് ജനങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു. വീടുകളിൽ നമ്മൾ ബോധവൽക്കരണം ചെയ്ത ആളുകളെ ബോധ്യപ്പെടുത്തി വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം അവരുടെ ഭീഷണിയിൽ നമ്മൾ തോൽക്കില്ല. വാർഡു മാറിയെങ്കിലും ഇത്തവണയും വിജയം ആവർത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ശോഭന വിജയൻ. കഴിഞ്ഞ തവണ പഞ്ചായത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്നാണ് പ്രതീക്ഷ. നമ്മൾ നാടിന് ചെയ്ത വികസനങ്ങൾ, കഴിഞ്ഞ 5 വർഷക്കാലം വാർഡിന് ചെയ്ത വികസനങ്ങൾ, നാടിന് ചെയ്ത വികസനങ്ങൾ, അതെല്ലാം ജനങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ആ ജനങ്ങൾ അത് മുഖവിലേക്കെടുത്ത് എനിക്ക് വോട്ട് ചെയ്ത് തന്നെ വിജയിപ്പിക്കും. അപരന്മാർ തെരഞ്ഞെടുപ്പ് ഫലത്തെ എത്രമാത്രം സ്വാധീനിക്കുമെന്നാണ് ഇരു മുന്നണികളും ഉറ്റുനോക്കുന്നത്. അമൃത ന്യൂസ്, ഇടുക്കി. ചായക്കച്ചവടവും വോട്ടുപിടുത്തവുമൊക്കെയായി തിരക്കിലാണ് പൊക്കുന്ന് വാർഡിലെ UDF സ്ഥാനാർത്ഥി ഷമീമ മുഹസിൻ. കന്നിയംഗത്തിനിറങ്ങിയ ഷമീമ ഈ വാർഡിലുള്ളവർക്ക് പരിചിത മുഖമാണ്. രാവിലെ വോട്ടുറപ്പിക്കാൻ വീടുകളിലേക്ക് ഇറങ്ങും. ഉച്ചയോടെ
ചായക്കട തുറന്ന് കച്ചവടത്തിലേക്ക് കടക്കും. വൈകുന്നേരം വീണ്ടും പ്രചാരണ തിരക്കിലേക്ക്. ഉപജീവന മാർഗവും രാഷ്ട്രീയവും മുറുകെ പിടിച്ച് മുന്നോട്ടു പോവുകയാണ് പൊക്കുന്ന് വാർഡിലെ UDF സ്ഥാനാർത്ഥി ഷമീമ മുഹസിൻ. LDF ഭരിക്കുന്ന പൊക്കുന്ന് വാർഡ് പിടിച്ചെടുക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഷമീമ. ഇതുവരെ നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വാർഡിലെ വികസന മുരടിപ്പും വോട്ടായി മാറുമെന്ന പ്രതീക്ഷയുമുണ്ട്. വിജയിച്ചു വന്നാൽ ഒരു കൗൺസിലർ ആകുന്നതിനോടൊപ്പം നല്ലൊരു കച്ചവടക്കാരിയുമായി നല്ലൊരു ഇനിയും ഇതിൽ കൂടുതൽ ഇവിടെയും ചെയ്യാൻ പറ്റും. വികസനങ്ങളും മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങളും ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ദൃഢവിശ്വാസം എന്നിലുണ്ട്. ജയിച്ചാൽ നടപ്പിലാക്കേണ്ട പദ്ധതികളും ഈ കൈകളിൽ ഭദ്രമാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് ഒളവണ്ണ പഞ്ചായത്തിലെ 16-ാം വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥി മഠത്തിൽ അബ്ദുൾ അസീസ് നാട്ടുകാർക്കും പോലീസിനും എല്ലാം ഒരുപോലെ പരിചിതനാണ്. അസ്വാഭാവിക മരണം നടന്നാൽ മൃതദേഹം എടുക്കാൻ പോലീസുകാരും നാട്ടുകാരും ആദ്യം സമീപിക്കുന്നത് അസീസിനെയാണ്. എത്ര സാഹസികമായും അസീസ് മൃതദേഹങ്ങൾ പുറത്തെടുക്കും. UDF-ൽ നിന്നും CPM-ലേക്ക് പോയ അബ്ദുള്ള അസീസ് CPM-ൽ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എത്തുന്നത്. ജീവൻ പണയം വെച്ചാണ് പലപ്പോഴും അബ്ദുൾ അസീസ് പല മൃതദേഹങ്ങളും പുറത്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു ആവശ്യം വന്നാൽ പോലീസും നാട്ടുകാരും ആദ്യം വിളിക്കുന്നത് അബ്ദുൾ അസീസിനെ തന്നെയാണ്. 42 വർഷത്തിനിടെ 4000-ലധികം മൃതദേഹങ്ങളാണ് അബ്ദുൾ അസീസ് സാഹസികമായി പുറത്തെടുത്തിട്ടുള്ളത്. ഏതൊരാവശ്യം വന്നാലും നാട്ടുകാർ കൈയൊടുത്തുന്ന അബ്ദുൾ അസീസ് ഇത്തവണ ഒളവണ്ണ 16-ാം വാർഡിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയാണ്. എങ്ങനെയാണ് ഈ സ്വതന്ത്രനാവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? CPM-ൽ തുടക്കം മുതൽക്ക് അതിൽ പോകുന്ന സമയത്ത് പോലും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഞാനുമായിട്ട് ബന്ധമുള്ള ആളുകൾ എന്നോട് പറഞ്ഞു, അസീസ് നിങ്ങൾക്ക് നിങ്ങളുടെ വാർഡിൽ മത്സരിക്കാനുള്ള എല്ലാ അവസരവും ഞങ്ങൾ ഉണ്ടാക്കി തരാമെന്ന്. എല്ലാ പരിപാടിയിലും വളരെ സജീവമായിട്ടാണ് അവരോടൊപ്പം ഉള്ളത്. തീർച്ചയായിട്ടും 100% നല്ല രീതിയിലുള്ള പ്രവർത്തനം തന്നെ കാഴ്ചവെക്കാൻ, ജീവകാരൻ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും കാഴ്ചവെക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അടുത്തെത്തിയ സമയത്ത് എന്നോട് പറഞ്ഞു, അസീസ് നിങ്ങൾക്ക് വാർഡിലേക്ക് ചിലപ്പം പ്രയാസമായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ബ്ലോക്ക് 1-2 ബ്ലോക്കിൽ നിങ്ങൾക്ക് മത്സരിക്കാനുള്ള അവസരം ഉണ്ടാവും എന്ന് പറയും. അങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടം വന്ന് എല്ലാം കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ലിസ്റ്റ് വന്ന സമയത്ത് അതിൽ എൻ്റെ പേരില്ലാത്തപ്പോൾ എനിക്കതൊരു വലിയ വിഷയമായിട്ടൊന്നും തോന്നിയില്ല. കാരണം നമ്മളിപ്പോൾ എല്ലാവർക്കും സീറ്റ് കൊടുക്കാൻ പറ്റുന്നുള്ള കാഴ്ചപ്പാട് നമുക്കില്ല. പക്ഷേ ഞാനത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു മരണ വീട്ടിൽ പോയപ്പം അവിടെ നമ്മളറിയുന്ന ഒരുപാട് വീട്ടമ്മമാരും സുഹൃത്തുക്കളും അതോടൊപ്പം അയൽവാസികളൊക്കെ ഉള്ള ഒരു കൂട്ടം ആളുകൾ നിന്നപ്പോൾ അവർ പറഞ്ഞു, അസീസ് ക ഈ കൊറോണയും നിപ്പയും വെള്ളപ്പൊക്കവും വന്ന സമയത്ത് ഞങ്ങളോടൊപ്പം ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് നിങ്ങൾ. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ 100 ഉറുപ്പ്യ കൊടുത്തിട്ടാണ് ഒരു ചാക്ക് മാലിന്യം കയറ്റി അയക്കുന്നത്. പക്ഷേ അന്ന് നിങ്ങളെ സ്വന്തം നിലക്കാണ് നിങ്ങൾ അത് കയറ്റി അയച്ചിട്ടുള്ളത്. എന്നിരുന്നാലും നിങ്ങളെപ്പോഴത്തെ ആളുകൾ നാടിനും സമൂഹത്തിനും ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും നോമിനേഷൻ കൊടുക്കണമെന്ന് അറിയാം. അങ്ങനെ ഞാൻ നോമിനേഷൻ കൊടുത്ത് അങ്ങനെ ഇപ്പം പിന്നെ സജീവ രംഗത്താണുള്ളത്. ഞാൻ 2015 മുതൽ 2020 വരെ UDF-ൻ്റെ പിന്നെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഇവിടെ മത്സരിച്ചതും അതോടൊപ്പം എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടുള്ളൂ. ഈ വാർഡിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒരുപാട് ആളുകളുടെ മത്സര രംഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാൻ മാത്രമാണ് ഈ വാർഡിൽ നിന്ന് ജയിക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുള്ളത്. ഇത് CPM-ൻ്റെ കോട്ടയിൽ അറിയപ്പെടുന്നത്. ആ സമയത്തൊക്കെ ഞാൻ നല്ല രീതിയിലുള്ള പിന്നെ പ്രവർത്തനമാണ് UDF-ൽ വളരെ ചെറുപ്പം മുതൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അങ്ങനെ ആ കാലത്ത് ഞാൻ മത്സര രംഗത്തുണ്ടായി. അങ്ങനെ UDF-ൻ്റെ പിന്നെ മെമ്പറായിട്ട് തന്നെ നല്ല രീതിയിൽ തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ സ്വതന്ത്രമായി മത്സരിക്കുമ്പോൾ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന നടപടികൾ സ്വാഭാവികമായിട്ടും വരേണ്ടതാവല്ലോ. അവരെന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ജനങ്ങളെ കൂടെ, എൻ്റെ വാർഡിലെ പ്രവർത്തകരെ കൂടെയാണ് ഞാൻ അംഗീകാരമായിട്ട് പുറത്തിറങ്ങിയിട്ടുള്ളത്. വലിയൊരു പിന്തുണ ജനങ്ങളിൽ നിന്ന് ലഭിക്കുമെന്ന വിശ്വാസം അബ്ദുൾ അസീസിനുണ്ട്. ക്യാമറാമാൻ ശ്രീത്തിനൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. തൃശൂർ കോർപ്പറേഷനിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ വേറിട്ട പരീക്ഷണവുമായി BJP. ഹിന്ദു വോട്ടുകൾക്ക് ഭൂരിപക്ഷമുള്ള വാർഡിൽ മുസ്ലിം വനിതയെ സ്ഥാനാർത്ഥിയാക്കിയാണ് BJPയുടെ രാഷ്ട്രീയ നീക്കം. കണ്ണൻകുളങ്ങര സ്വദേശിയും എഴുത്തുകാരിയുമായ മുംതാസ് താഹയാണ് BJP പ്രതിനിധിയായി ജനവിധി തേടുന്നത്. ജില്ലയിൽ തന്നെ BJP പാനലിൽ മത്സരിക്കുന്ന ഏക മുസ്ലിം വനിത എന്ന പ്രത്യേകതയും മുംതാസിനുണ്ട്. തൃശൂർ കൂർക്കഞ്ചേരി സ്വദേശിനിയായ മുംതാസ് സംരംഭക എന്ന നിലയിലും എഴുത്തുകാരി എന്ന നിലയിലും ഇതിനോടകം ശ്രദ്ധ നേടിക്കഴിഞ്ഞു. 8 വർഷമായി BJP പ്രവർത്തകയും അനുഭാവിയുമാണ് മുംതാസും കുടുംബവും. 2 വർഷമായി ചെന്നൈ കേന്ദ്രീകരിച്ച ന്യൂനപക്ഷ മോർച്ചയുടെ ചുമതലയും വഹിച്ചിരുന്നു. പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച വികസന കാഴ്ചകളാണ് തന്നെ BJPയിലേക്ക് ആകർഷിച്ചതെന്ന് മുംതാസ് പറയുന്നു. ഒരു മാറ്റം, കുറച്ചുകൂടി ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള ചിന്താഗതികൾ, അത് തന്നെയാണ് BJP എന്നുള്ളതിൻ്റെ പ്രധാനമായിട്ടുള്ള ഉത്തരം. എനിക്കും
ആസ് എ പേഴ്സൺ ചെയ്യാൻ സാധിക്കുന്ന പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു സ്ഥലം BJP വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതുതന്നെയാണ് BJP എന്നുള്ള എൻ്റെ ഉത്തരം. ഹിന്ദു വോട്ടുകൾ ഭൂരിപക്ഷമുള്ള കോർപ്പറേഷനിലെ 35-ാം ഡിവിഷനിലാണ് മുംതാസ് മത്സരിക്കുന്നത്. ഞാൻ ഇവിടെ 2 വയസ്സ് മുതൽ, അതായത് എൻ്റെ ഓർമ്മ വയ്ക്കുന്ന കാലഘട്ടം മുതൽ ഞാൻ കണ്ണംകുളങ്ങര നിവാസിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ നാട്ടുകാർക്കും ഞാൻ പരിചിതയാണ്. അത് എനിക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യം കൂടിയാണ് ഇവിടെ മത്സരിക്കാൻ. ഹിന്ദു ഭൂരിപക്ഷമെന്നോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള മതപരമായിട്ടുള്ള ഘടകങ്ങളോ ഇതിലൊരു വിഷയമല്ല. അപ്പോൾ പാർട്ടി എന്നിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസവും എനിക്ക് അതിനോടുള്ള കടമയും വളരെ മനോഹരമായി ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. കോൺഗ്രസിന്റെ സിറ്റിംഗ് വാർഡിൽ BJP നടത്തുന്ന പരീക്ഷണമാണ് തന്റെ സ്ഥാനാർത്ഥിത്വമെങ്കിലും ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്ന് മുംതാസ് പറയുന്നു. ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ലഭിക്കുന്ന സ്വീകാര്യത വോട്ടായി മാറുമെന്നും മുംതാസ് പ്രതീക്ഷിക്കുന്നു. അമൃത ന്യൂസ്, തൃശൂർ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് പൂർണ്ണ പിന്തുണയുമായി കോൺഗ്രസ് മുഖപത്രം. CPMന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇരയാണ് രാഹുൽ എന്ന് മുഖപത്രമായ വീക്ഷണം പറയുന്നു. ചെറുപ്പക്കാർ കോൺഗ്രസിൽ വളർന്നു വരുന്നത് CPMന് ഭീതി പടർത്തിയിരിക്കുകയാണെന്നും മുഖപ്രസംഗത്തിൽ പരാമർശമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആതിരയുണ്ട്. ആതിര, ഈ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നുള്ള രീതിയിലാണ് ഈ വീക്ഷണത്തിലെ മുഖപ്രസംഗം എത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത്? മായ, ഈ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ രാഹുലിനെ തള്ളിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണം അവരുടെ മുഖപ്രസംഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് മുഖപ്രസംഗം എഴുതിയിട്ടുള്ളത്. ഈ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇപ്പോൾ നിലവിൽ രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ എന്നാണ് ഈ മുഖപത്രം പറയുന്നത്. അതുപോലെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നടന്നിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ LDFനെയും BJPനെയും ചരിത്രപരമായ ഒരു തോൽവിയാണ് സമ്മാനിച്ചത്. അതാണ് രാഹുൽ ചെയ്ത കുറ്റം എന്ന രീതിയിലാണ് ഈ മുഖപ്രസംഗത്തിൽ പ്രധാനമായും പറയുന്നത്. അതുപോലെ തന്നെ ഈ CPMന്റെ ഗൂഢാലോചനയുടെ ഇരയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പിന്നെ ഈ രാഹുൽ ചെയ്ത കുറ്റം എന്ന് പറയുന്നത് ഈ CPMനും അതുപോലെ തന്നെ BJPയും തോൽപ്പിച്ചതാണ് എന്നതിലുള്ള രാഹുലിനെ പൂർണ്ണമായും ന്യായീകരിക്കുന്ന ഒരു തരത്തിലാണ് കോൺഗ്രസ് മുഖപത്രം തന്റെ മുഖപ്രസംഗത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ ഈ രാഹുലിന്റെ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർ വളർന്നു വരുന്നതിൽ CPMന് ഭീതിയുണ്ട് എന്ന തരത്തിലാണ് ഇത്തരത്തിൽ ഈ മുഖപത്രത്തിൽ പ്രധാനമായും പറയുന്നത്. 1996 സൂര്യനെല്ലി കേസ് ഉൾപ്പെടെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ മുഖപത്രം രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്തരത്തിലൊരു സംരക്ഷണ കവചം ഒരുക്കുന്നത്. അതുപോലെ തന്നെ 2006 2011 ഐസ്ക്രീം പാർലർ കേസുകൾ, അതുപോലെ തന്നെ 2016 തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും ഇത്തരത്തിലൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് CPM ഇത്തരത്തിൽ കോൺഗ്രസിനെ നേരിട്ടത്. അല്ലെങ്കിൽ നിരന്തരമായി ജനപ്രിയ നേതാക്കളെ അടക്കം കോൺഗ്രസിന്റെ 6 പതിറ്റാണ്ടോളം ഇത്തരത്തിലൊരു പാരമ്പര്യമുള്ള ജനപ്രിയ നേതാക്കളെ അടക്കം CPM ഇത്തരത്തിൽ വേട്ടയാടുന്നു. അത്തരത്തിലൊരു വേട്ടയാടൽ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ ഒരു രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെയൊക്കെ തന്നെ CPM ആദ്യഘട്ടം മുതൽ നേരിട്ടുകൊണ്ടിരുന്നത് എന്ന തരത്തിൽ കൃത്യമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണ കവചം ഒരുക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ മുഖപത്രം വീക്ഷണം മുഖപത്രത്തിന്റെ മുഖപ്രസംഗത്തിൽ ഏതായാലും ഇത്തരത്തിൽ രാഹുലിന് പൂർണ്ണ പിന്തുണ ഉറപ്പാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ വലിയ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും രംഗത്തെത്തിയിരുന്നെങ്കിലും യുവതി പരാതി നൽകിയതിനു ശേഷം കോൺഗ്രസ് കൃത്യമായൊരു നിലപാടെടുത്തിരുന്നു. കാരണം ആദ്യഘട്ടത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തൊരു നടപടിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതിനുശേഷം ഇനി മറ്റൊരു നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും, അന്വേഷണ സംഘത്തിന്റെ നീക്കം എങ്ങനെയായിരിക്കും, അതിനുശേഷം കോൺഗ്രസ് ഇനി വേണ്ട നടപടികൾ എന്താണ്, MLA സ്ഥാനം രാജിവെക്കണമോ എന്നത് സംബന്ധിച്ചുള്ള ആവശ്യങ്ങളൊക്കെ തന്നെ ഉന്നയിക്കാം എന്ന തരത്തിലായിരുന്നു ഈ കോൺഗ്രസിന്റെ തീരുമാനം. പക്ഷേ എന്തായാലും രാഹുലിന് കോൺഗ്രസിന്റെ പൂർണ്ണ പിന്തുണയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം വീക്ഷണത്തിൽ ആ രീതിയിലാണ് ഇന്ന് മുഖപ്രസംഗം എത്തിയിരിക്കുന്നത്. CPMന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇരയാണ് രാഹുൽ എന്നാണ് മുഖപത്രമായ വീക്ഷണം പറയുന്നത്. ആതിരയാണ് വിവരങ്ങൾ നൽകിയത്. 400 ദിവസത്തിലേറെ നീണ്ട മുനമ്പം ഭൂസമരം നാളെ അവസാനിപ്പിക്കും. പ്രതിഷേധം അവസാനിപ്പിക്കുന്നത് ഹൈക്കോടതി വിധിപ്രകാരമുള്ള കരമടയ്ക്കലിന് ഹെൽപ്പ് ഡെസ്ക് സജ്ജമാക്കാമെന്ന സർക്കാർ ഉറപ്പിന്മേലാണ്. നിയമമന്ത്രിയും P രാജീവും MLAയും നാളെ സമരപ്പന്തലിലെത്തും. 2 വില്ലേജുകളിലുമായി ഇതുവരെ കരമടച്ചത് 250ഓളം കുടുംബങ്ങളാണ്.
കൂടുതൽ വിവരങ്ങളുമായി കിരൺ ഉണ്ട് കൊച്ചിയിൽ നിന്നും. കിരൺ, 600ഓളം കുടുംബങ്ങൾ 400 ദിവസത്തിലധികമായി നടത്തുന്ന ഒരു സമരമായിരുന്നു. അതൊരു ശുഭ പര്യവസാനത്തിലേക്ക് എത്തുകയാണ്. എന്താണ് വിവരങ്ങൾ? സമരം താൽക്കാലികമായി അവസാനിപ്പിക്കാനാണ് ഈ കഴിഞ്ഞ ദിവസം ചേർന്ന മുനമ്പം സമരസമിതിയുടെ കോർ കമ്മിറ്റിയുടെ തീരുമാനമുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടായിരുന്നു. ഇവർക്ക് കരമടക്കാം എന്ന ഉത്തരവായിരുന്നു ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചിരുന്നത്. ഇതിനെ തുടർന്ന് തന്നെ ഈ മുനമ്പത്തുണ്ടായിരുന്ന 610 കുടുംബങ്ങളിൽ പല കുടുംബങ്ങളും കരങ്ങൾ അടച്ചു തുടങ്ങിയിരുന്നു. ഈ പള്ളിപ്പുറം വില്ലേജിലും മറ്റുമായിട്ടായിരുന്നു ഇവർ കരമടച്ചിരുന്നത്. ഈ അടക്കാൻ ആരംഭിച്ചത് മുതൽ തന്നെ ഈ സമരത്തിൻ്റെ കാര്യത്തിൽ ഇനി സമരം തുടരണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം മന്ത്രി പി രാജീവ് അടക്കമുള്ളവരുമായിട്ട് ചർച്ച നടത്തിയിരുന്നു ഈ സമരസമിതി പ്രവർത്തകർ. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ സമരം അവസാനിപ്പിക്കാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നാളെ ഈ മുനമ്പത്ത് നടക്കുന്ന പരിപാടിയിൽ വെച്ച് മന്ത്രി പി രാജീവ് സമരസമിതി പ്രവർത്തകർക്ക് നാരകനീര് നൽകും. ഇതോടുകൂടി തന്നെ സമരം അവസാനിപ്പിക്കും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഈ ഭൂസംരക്ഷണ സമിതി അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ മറ്റൊരു സമരം തുടരും എന്നുള്ളൊരു കാര്യം കൂടി ഈ മുനമ്പം ഭൂസംരക്ഷണ സമരസമിതി ഭാരവാഹികൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് ഈ റവന്യൂ അവകാശങ്ങൾ നൽകാൻ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിട്ടുണ്ട്, കരമടക്കാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായി സ്ഥാപിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് ഈ സമരസമിതി അറിയിച്ചിരിക്കുന്നത്. അതായത് ഈ മുനമ്പ് സമരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 2 വിഭാഗമായി തിരിഞ്ഞിരിക്കുകയാണ്. ഒരു വിഭാഗം ഭൂസംരക്ഷണ സമിതി എന്ന രീതിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ സമരം നടത്തി വന്നിരുന്നത്. ഒപ്പം തന്നെ ഈ സമരത്തിൻ്റെ ഭാഗമായിരുന്നവർ ഇവർ മറ്റൊരു വിഭാഗമായി തിരിഞ്ഞുകൊണ്ട് നാളെ വീണ്ടും സമരം ആരംഭിക്കും എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ സർക്കാരിൻ്റെ ഇടപെടലുകളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇത് എന്തായാലും റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് 400 ദിവസത്തിലേറെ നീണ്ട മുനമ്പം ഭൂസമരത്തിനാണ് നാളെ അവസാനമാവുന്നത്. കിരണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി വിപണി വിലയിരുത്തലാണ്. ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുന്നുണ്ട്. ദിലീപ്, പോയ വാരം വിപണിയെ എങ്ങനെ വിലയിരുത്തുന്നു? കഴിഞ്ഞ ആഴ്ച നേട്ടത്തിൽ തന്നെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. ഏതാണ്ട് 0.5% നേട്ടമാണ് മുൻനിര ഓഹരി സൂചികളിൽ ഉണ്ടായത്. എന്നാൽ രണ്ടാം നിര ചെറുകിട ഓഹരികളിൽ കാര്യമായ മാറ്റമുണ്ടായില്ല. എങ്കിൽ കൂടിയും വരും ദിവസങ്ങളിൽ ഈ മുൻനിര ഓഹരികളിലെ ചുവട് പിടിച്ചുകൊണ്ട് രണ്ടാം നിര ഓഹരികളിലും ഒരു നിക്ഷേപ താല്പര്യം ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിന് പ്രേരകമായ ഘടകങ്ങൾ നിലനിൽക്കുന്നുമുണ്ട്. ആഗോള സാഹചര്യങ്ങൾ തൃപ്തികരമായി തുടരുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന രാജ്യത്തിൻ്റെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദന വളർച്ചാ നിരക്കിലുണ്ടായിട്ടുള്ള ഗണ്യമായ വർധനവ് വരും പാദങ്ങളിലും തുറന്നേക്കുമെന്നുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട്. പലിശ നിരക്കുകൾ വീണ്ടും റിസർവ് ബാങ്ക് കുറച്ചേക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയുമുണ്ട്. അതിന് പ്രേരകമായ രീതിയിലാണ് പണപ്പെരുപ്പ നിരക്ക് നിലകൊള്ളുന്നതും. കഴിഞ്ഞ മാസത്തെ പണപ്പെരുപ്പ നിരക്ക് പുറത്തു വന്നത് വളരെ കഴിഞ്ഞ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ നിലവാരത്തിലേക്ക് പണപ്പെരുപ്പ നിരക്ക് എത്തിയതും വരും റിസർവ് ബാങ്ക് പണനയ അവലോകന യോഗത്തിൽ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത എത്തിയിട്ടുണ്ട്. US ഫെഡറൽ റിസർവിൻ്റെ മീറ്റിങ്ങും അടുത്ത ആഴ്ച തന്നെ നടക്കുന്നുണ്ട്. ഫെഡറൽ റിസർവ് മീറ്റിങ്ങിൽ അവിടെയും പലിശ നിരക്കുകൾ കുറച്ചേക്കും എന്നുള്ളതിൻ്റെ ഒരു പ്രതീക്ഷയുണ്ട്. ശരി, വിപണി വിലയിരുത്തുകയായിരുന്നു ശ്രീ കെ ദിലീപ്. അതിതീവ്ര സൗരവികിരണം ഫ്ലൈറ്റ് കൺട്രോൾ സംബന്ധിച്ച നിർണായക ഡേറ്റയെ ബാധിക്കാനിടയുണ്ടെന്ന് വിലയിരുത്തൽ. എയർബസ് A320 വിഭാഗത്തിൽപ്പെട്ട ഒട്ടേറെ വിമാനങ്ങളിൽ സോഫ്റ്റ്വെയർ മാറ്റങ്ങൾ നിർബന്ധമാക്കിയെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ എയർലൈൻസുകളായ ഇൻഡിഗോ, എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നിവ പ്രവർത്തിപ്പിക്കുന്ന ഏകദേശം 200 മുതൽ 250 വിമാനങ്ങളെ തീരുമാനം ബാധിക്കും. സോഫ്റ്റ്വെയർ അപ്ഡേഷനായി വിമാനങ്ങൾ നിശ്ചിത സമയത്തേക്ക് നിലത്തിറക്കേണ്ടി വരുന്നതിനാൽ സർവീസുകളിൽ തടസ്സം നേരിട്ടേക്കുമെന്നും സൂചനയുണ്ട്. ചില വിമാനങ്ങൾ വൈകാനോ റദ്ദാക്കാനോ ഇടയുണ്ടെന്ന് ഇന്ത്യൻ എയർലൈൻസ് അറിയിച്ചു. ആഗോളതലത്തിൽ 6000 വിമാനങ്ങളെ ബാധിക്കപ്പെടുമെന്നാണ് വിലയിരുത്തൽ. മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ എയർബസ് ഓപ്പറേറ്റർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ സമ്പൂർണ്ണ തോൽവിക്കു പിന്നാലെ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന പരമ്പരയ്ക്ക് നാളെ റാഞ്ചിയിൽ തുടക്കം. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. പരിക്കേറ്റ ശുഭ്മാൻ ഗില്ലിന്റെ അഭാവത്തിൽ KL രാഹുലാണ് ക്യാപ്റ്റൻ. മുതിർന്ന താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടീമിന്റെ ഭാഗമാണ്. ഗില്ലിന് പകരം ഓപ്പണിംഗിൽ രോഹിത്തിന്റെ പങ്കാളിയായി യശസ്വി ജയ്സ്വാൾ കളിക്കും. ഋതുരാജ് ഗെയ്ക്വാദും രംഗത്തുണ്ട്. ടെംബ ബൗവയാണ് ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ. ക്വിന്റൻ ഡീകോക്കും ടീമിലുണ്ട്. രണ്ടാം മത്സരം ഡിസംബർ 3-നും മൂന്നാമത്തേത് 6-നുമാണ് നടക്കുക. 5 T20യും പരമ്പരയിലുണ്ട്.
വോൺ ഗാങ്തിങ് ഹാട്രിക് നേടി. എന്നാൽ ഇതോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ തുടരും.